ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഗീതു ഗോവിന്ദനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, കൂടെ നിൽക്കുന്നവരെ ഇങ്ങനെ കണ്ണുടച്ച് വിശ്വസിക്കുന്ന സ്വഭാവം കാണിക്കരുത് കണ്ണേട്ടാ, അത് നമുക്ക് തന്നെ ആപത്തായി വന്നു പെടും. അത് കേട്ടതും എടി, നീ ഇങ്ങനെയൊക്കെ വെറുതെ എല്ലാം പൊട്ടത്തരമായിട്ട് കാണല്ലേ. ഒരു കാര്യം ഒരാൾ ചെയ്യുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്നൊന്നും മനസ്സിലാക്കും. അല്ലാതെ ഏത് കാര്യത്തിനും രാധികാമ്മയെ മാത്രം സംശയിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നോണ്ടാ നിനക്ക് നല്ലത് കണ്ടാലും അത് ചീത്തയായിട്ട് തോന്നുന്നത്. വേണ്ട, ഇനി നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ജാതകവശാൽ ഗോവിന്ദേട്ടന് മാത്രമേ ദോഷമുള്ളൂ. അതുകൊണ്ട് കണ്ണേട്ടൻ്റെ ജീവിതത്തിന് ഒരാപത്ത് സംഭവിക്കാതെ ഞാൻ കാക്കും. എൻ്റെ ജീവൻ കൊടുത്തായാലും കണ്ണേട്ടന് ഒരാപത്ത് സംഭവിക്കാതെ ഞാൻ സംരക്ഷിക്കും. അങ്ങനെ മരണം നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആദ്യം ഞാൻ മരിക്കും. ഞാൻ മരിച്ചിട്ടേ കണ്ണേട്ടന് മരിക്കാൻ ഞാൻ അനുവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു കരയുക. അത് കണ്ടതും ഗോവിന്ദനാകെ വിഷമത്തോടുകൂടെ ഗീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി, ഇവളെന്തൊക്കെയായി പറയുന്നേ? അതെ, ജാതകത്തിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പ്രശ്നമുള്ളത് കണ്ണേട്ടന് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സൂക്ഷിക്കണം, എവിടെ പോയാലും സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങ് പോവുകയാണ്. ഗീതു അങ്ങ് പോയതും ഇവള് വളരെ സീരിയസ് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്. എന്താ ഇവൾക്ക് സംഭവിച്ചത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഈ സമയം വെളിയിലിറങ്ങിയ ഗീതു അജാസിനെ കണ്ട് തുറിച്ചു നോക്കുവാണ്. എന്നിട്ട് അജാസിനോട്, എന്തായാലും ഞാനും കണ്ണേട്ടനും കൂടെ ആ റിയാലിറ്റി ഷോയിൽ അഭിനയിച്ച ഡ്രാമയാണ് ശരിക്കും എന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് മാത്രമേ നന്നായിട്ട് അഭിനയിക്കാൻ അറിയുള്ളൂ എന്നും ഞങ്ങൾ കരുതി. പക്ഷേ എന്നാൽ ഞങ്ങളെക്കാളും മിടുക്കരായിട്ട് ഏറ്റവും കൂടുതൽ അഭിനയിച്ചത് അജാസാണ്. എന്തിനാ അജാസ് രാധികാമ്മയുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങി കണ്ണേട്ടൻ്റെ വിശ്വസ്തനായി ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്നത്? എൻ്റെ കണ്ണേട്ടനെ ഇല്ലാതാക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം അത് നടക്കില്ല. എന്നെ വേണമെങ്കിൽ എന്തും ചെയ്തോ, എന്നെ കൊല്ലുക, എന്നെ ഇല്ലാതാക്കി, ഇടിച്ചു തെറിപ്പിച്ച് അപകടപ്പെടുത്തുക, എന്ത് വേണേലും ചെയ്തോ. പക്ഷേ എൻ്റെ കണ്ണേട്ടന് ഒരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ അനുവദിക്കില്ല, സമ്മതിക്കില്ല. ഞാൻ രാധികാമ്മയുടെ കൂടെ നിന്ന് എൻ്റെ കണ്ണേട്ടനെ വിശ്വസിപ്പിക്കുന്ന നിങ്ങളെയൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ കണ്ണേട്ടൻ ഇപ്പോഴും നിങ്ങളെ കണ്ണുടച്ച് വിശ്വസിച്ചിരിക്കുക. നിങ്ങൾ ആത്മാർത്ഥതയുള്ള ഒരു സ്റ്റാഫാണെന്ന് കരുതി. പക്ഷെ ഒരിക്കലുമില്ല. രാധികാമ്മയുടെ ഒപ്പം നിന്ന് ഞങ്ങളെ കൊല്ലാനുള്ള കൊട്ടേഷൻ എടുത്തതിന് ശേഷം കണ്ണേട്ടൻ്റെ മുൻപിൽ എൻ്റെ സംരക്ഷകനായി നിൽക്കുക നിങ്ങൾ അല്ലേ? അസലായി, കലക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു അത് കേട്ടതും അജാസ് ഒന്ന് ചിരിച്ചു. അജാസിൻ്റെ ചിരി കണ്ട് അത്ഭുതത്തോടെയും അതിശയത്തോടെയും ഗീതു നോക്കുക. എന്തിനയാളിങ്ങനെ ചിരിക്കുന്നേ, പൊട്ടം കുത്തിയ പോലെ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും നമ്മുടെ അജാസ്, മാഡം, ഞാൻ കരുതിയത് മാഡം നല്ല മിടുക്കിയായ ബ്രില്യൻ്റായ ഒരു പെണ്ണാന്നാണ്. പക്ഷേ മാഡം വെറുതെ ഒരു കുട്ടിക്കളി, ഒരു തമാശ കളി കളിക്കുവാണല്ലേ. മാഡത്തിന് ഇനിയും കുട്ടിക്കളിയൊന്നും മാറിയിട്ടില്ല എന്നും പറയുകയാണ്. അത് കേട്ടതും ഗീതു, അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന മട്ടിൽ അജാസിനെ നോക്കുക. ഞാനെന്താ അങ്ങനെ പറഞ്ഞെന്നല്ലേ? ഞാൻ എപ്പോൾ ഇടിക്കും, എപ്പോൾ കൊല്ലുമെന്നും പറഞ്ഞ് സ്കൂട്ടറിൻ്റെ പിന്നിലും മുൻപിലും ബട്ടൺ ക്യാമറയും വെച്ചുകൊണ്ട് നടന്നിട്ട് ആ തെളിവ് ഗോവിന്ദ് സാറിൻ്റെ കയ്യിലേൽപ്പിച്ചാൽ അവിടെ ഞാൻ കുറ്റക്കാരനാവുമെന്നാണോ മാഡം കരുതിയിരിക്കുന്നത്? സത്യം പറയാലോ മാഡമേ, ശരിക്കും ഒരു മന്ദബുദ്ധിയാ എന്നൊക്കെ പറയണം. അത് കേട്ടതും ഗീതു വീണ്ടും അജാസിനെ ഒന്ന് നോക്കുക. നോക്കണ്ട, മാഡത്തിന് ഇതുവരെ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. മാഡം, ഇത്രയും നാളും ഞാൻ രാധികാമ്മയുടെ കൂടെ ആയിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് ഗോവിന്ദ് സാറിന് രാധികാമ്മയോടുള്ള ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞിട്ടാ. ഗോവിന്ദ് സാറ് രാധികാമ്മയെ ജീവന് തുല്യം സ്നേഹിക്കുക. രണ്ടാനമ്മയാണെങ്കിലും സ്വന്തം അമ്മയേക്കാൾ കൂടുതൽ സ്നേഹിക്കും. അങ്ങനെയുള്ളപ്പോൾ ഗോവിന്ദ് സാറും രാധികാമ്മയും എന്തു പറഞ്ഞാലും അതെനിക്ക് അനുസരിച്ചേ മതിയാവുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്നോട് ഗോവിന്ദ് സാറ് പറഞ്ഞിരിക്കുന്നത് ഗീതാഞ്ജലിക്ക്, അതായത് ഗീതു മാഡത്തിന് ഒരാപത്തും സംഭവിക്കരുതെന്ന. അങ്ങനെയുള്ളപ്പോൾ മാഡം വിശ്വസിച്ചാലും ശരി, വിശ്വസിച്ചില്ലെങ്കിൽ ശരി, ഗീതാഞ്ജലി മാഡത്തിന് മാത്രമല്ല ഗോവിന്ദ് സാറിൻ്റെ പിന്നിലും എൻ്റെ 2 കണ്ണുകളും ഉണ്ടാവും. ഒരാപത്തും നിങ്ങൾ 2 പേർക്ക് സംഭവിക്കില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്നെ താണ്ടിയേ നിങ്ങൾക്കരികിലേക്ക് ആ അപകടം എത്തൂ എന്നും അജാസ് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ്. അജാസ് പോയി കഴിഞ്ഞതും ഗീതു ആലോചിക്കുക, ഈശ്വര, ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കണ്ട എന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചേ? അജാസ് എന്തൊക്കെയായി പറയുന്നത്? രാധികാമ്മയുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങി എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ, ഇല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് പറയുന്നതാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ഗീതു തൻ്റെ ക്യാബിനിലെത്തി. അവിടെ എത്തിയിട്ട് അവിടെ സാന്ദ്ര ഉണ്ടായിരുന്നു. എന്തായി സാന്ദ്ര കാര്യങ്ങളൊക്കെ? സോഫ്റ്റ്വെയർ പ്രോബ്ലമൊക്കെ 90% സോൾവാണ്. പിന്നെ ഗീതു, ഒരു പ്രശ്നമുണ്ട്, 10% സെർവർ പ്രോബ്ലം ഉണ്ട്.
അത് വേണമെങ്കിൽ പുതിയതൊരെണ്ണം മാറ്റാം, ഇല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം പരിഹരിക്കാം. താങ്ക് യു സാന്ദ്ര, എനിക്ക് ഇത്ര അറിഞ്ഞാൽ മതി. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സാന്ദ്രയെ വിളിക്കാം, എന്നെ ഒന്ന് സഹായിക്കണേ. പിന്നെ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം, ഒരു മടിയും കൂടാതെ എന്നും പറയുക. എന്നാൽ ശരി, ഞാനങ്ങ് ചെല്ലട്ടെ. ശരി സാന്ദ്ര എന്നും പറയണം. അപ്പോഴേക്കും സാന്ദ്ര പോയി കഴിഞ്ഞതും ഗീതു ഫോൺ എടുത്ത്, ഹലോ അവർണിക, ഒന്ന് എൻ്റെ ക്യാബിൽ വരെ വരാമോ? തൻ്റെ കിച്ചുവിനെയും കൂടെ കൂട്ടിക്കോ. അങ്ങനെ ഗീതു ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർണികയും കിച്ചും കൂടെ വരിക. അപ്പോൾ അവർണിക അവിടെ ഇരുന്നു. കൂടുതലായിട്ട് ആത്മാർത്ഥത കാണിക്കുന്നവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കിഷോർ അത് കേട്ടത് തന്നെ ഉദ്ദേശിച്ചാണ് ഗീതു പറയുന്നതെന്ന് പറഞ്ഞ് അവിടെ കിഷോറും ഇരുന്നു. എന്തായാലും നിങ്ങൾ റെഡിയാക്കിയ സോഫ്റ്റ്വെയർ പ്രോബ്ലം 90% ഓക്കെയാണ്. അത് കേട്ടതും ഇല്ല മാഡം, 90% അല്ല 100% ഓക്കെയാണ് എന്നും കിഷോർ. അത് കേട്ടതും എനിക്കെന്താ ഒന്നും അറിയാൻ പാടില്ലെന്ന് കരുതിയോ? 90% ശരി തന്നെ, പക്ഷെ 10% സെർവർ പ്രോബ്ലം ഉണ്ട്. കലക്കി. മാഡത്തിനപ്പോൾ സോഫ്റ്റ്വെയറിലും നല്ല ബുദ്ധിയുണ്ടല്ലോ, ഇതിനൊക്കെ അന്വേഷിക്കാൻ നല്ല ഇതുണ്ടെന്ന് ഞാൻ എനിക്കിപ്പോൾ മനസ്സിലായി. അതെ, ഓരോ കാര്യങ്ങൾ നോക്കിയിട്ടല്ല, കാര്യങ്ങൾ നോക്കാതെയല്ല ഞാൻ സ്റ്റാഫിനെ വിശ്വസിക്കുന്നത്. എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് ഞാൻ ചിന്തിക്കൂ. അതുകൊണ്ട് കിഷോർ കൂടുതലൊന്നും പറയണ്ട. 10% സെർവർ പ്രോബ്ലത്തിന് എന്ത് ചെയ്യണം? ഞാൻ ഓർഡർ ചെയ്യാം മാഡം, വേറെ മേടിക്കാം. അത് ഞാൻ ചെയ്താൽ പോരെ എന്നും ഗീതുവിൻ്റെ ചോദ്യം. അത് കേട്ടത് അവർണിക കിഷോറിനെ തുറച്ചു നോക്കും, ഇവൻ എന്തൊക്കെ ഈ പറയുന്നിരുന്നുണ്ടെന്നും പറഞ്ഞിട്ട്. അയ്യോ സോറി മാഡം, ഞാൻ മാഡത്തെ കുറ്റപ്പെടുത്തിയതൊന്നും അല്ല കേട്ടോ. മാഡം ഇടുക്കിയാണ്, കാരണം മാഡത്തിനും സോഫ്റ്റ്വെയറിനെ കുറിച്ചൊക്കെ അറിയാമെന്നുള്ള കാര്യത്തിൽ ഞാനൊന്ന് കൺഗ്രാറ്റ് ചെയ്തതാണ്. എന്തായാലും നിങ്ങളുടെ കാര്യത്തിൽ എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. സെർവർ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് എന്നോട് തുറന്ന് പറയണമായിരുന്നു, അതിങ്ങനെ മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോറി മാഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും അവർണികയ്ക്ക് ഫോൺ കോൾ വരിക. സോറി ഗീതാഞ്ജലി, ഡാഡിയെ വിളിക്കുന്നത്, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാവേ. ശരി അവർണിക. അങ്ങനെ അവർണിക പുറത്തേക്ക് പോയതും ഗീതു, അതെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തുറന്നു പറയണം, എന്നാൽ മാത്രമേ പരിഹരിക്കാൻ പറ്റൂ. ഞാനിവിടെ ഇരിക്കുന്നത് വെറുതെ അല്ല, മനസ്സിലായല്ലോ? അത് കേട്ടതും അത് പിന്നെ ഗീതു, എന്തൊക്കെയായാലും ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. അതിൻ്റെയൊക്കെ പരിഹാരത്തിനായി ഞാൻ നിന്നെ ഒരു ഫ്രണ്ടിനെ പോലെ സ്നേഹിക്കും. നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം പരിഹാരമായി എനിക്കിനി പ്രായശ്ചിത്തം ചെയ്യണം ഗീതു. സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ ഒരു ഒറ്റ ഒച്ച. അത് കഴിഞ്ഞിട്ട് ഗീതു ഇരുന്നോടത്തത് ചാടി എഴുന്നേറ്റു. എപ്പോഴാടാ നീ എൻ്റെ ഫ്രണ്ടായത്? ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ ഫ്രണ്ടായിട്ട് എങ്ങനെ തുടരാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ നടക്കില്ല, ഈ ജന്മത്ത് നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു കിഷോറിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുക. എന്തൊരു പൂതി, എൻ്റെ ഫ്രണ്ടാവണം നിനക്കല്ലേ, ആകൂടാ നീ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും കുത്തിപ്പിടിച്ച് ചോദിക്കുക. അപ്പോഴേക്കും കിഷോർ, ഗീതു എന്നെ മേഡോന്ന് വിളിച്ചോളാം. ഞാൻ അങ്ങനെ വിളിക്കില്ല, നീ എൻ്റെ ഫ്രണ്ട് തന്നെയാണ്, എൻ്റെ പഴയ ഗീതു. നിൻ്റെ മനസ്സിലിപ്പോഴും എന്നോടുള്ള സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം. നിർത്തടാ, ഇറങ്ങിപ്പോയിക്കോളണം അവിടെ നിന്ന്. ഇനി എൻ്റെ മുൻപിൽ നിന്നെ കണ്ടുപോകരുത്. എൻ്റെ കാര്യത്തിൽ ഇനി ഒരു തീരുമാനം ഉണ്ടാക്കണമെങ്കിൽ അതിന് എൻ്റെ ഗോവിന്ദേട്ടൻ മതി, മനസ്സിലായോ? ഇറങ്ങനെ പറഞ്ഞത്, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൈ നീട്ടി നിൽക്കുമ്പോഴേക്കും അവർണിക അങ്ങോട്ട് കയറി വരിക. അവർ രണ്ടുപേരും നിൽപ്പുണ്ട്. അവർണിക ടെൻഷനോടുകൂടെ, എന്താ ഗീതാഞ്ജലി, എന്തു പറ്റി എന്ന് ചോദിക്കണം. ഞാനേ തൻ്റെ കിച്ചുവിനെ ചീത്ത പറയുന്നതും വഴക്ക് പറയുന്നതൊന്നും അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന്. സ്റ്റാഫിനെ ഹസ്ബൻഡായി സ്വീകരിച്ചതുകൊണ്ട് അവർണികയ്ക്കെല്ലാം നഷ്ടപ്പെട്ടു. ഇനി ഞാൻ തൻ്റെ കിച്ചുവിനെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് സ്വീകരിക്കണമെന്ന്. അങ്ങനെ ആവുമ്പോൾ ഞാൻ ചീത്തയൊന്നും പറയില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരിക്കാൻ അയാൾക്ക് ആഗ്രഹമുണ്ടെന്ന്. അത് കേട്ടതും, എന്താ കിച്ചു ഇത്, എന്നെ നാണം കെടുത്താൻ വേണ്ടി തന്നെ മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണോ? അവർണിക, ഇതുപോലുള്ള സംസാരമൊന്നും എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഇയാൾ ഇനി എൻ്റെ ക്യാബിനിലേക്ക് വരാൻ പാടില്ല എന്നും ഗീതു തറപ്പിച്ച് പറയുക. സോറി മാഡം, മര്യാദയ്ക്ക് സോറി പറഞ്ഞിട്ട് പോടാ. സോറി മാഡം, ഞാനിനി അങ്ങനെയൊന്നും പറയില്ല എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ ഇറങ്ങി വെളിയിലേക്ക് പോയി. സോറി ഗീതാഞ്ജലി, കിച്ചുവിന് അബദ്ധം പറ്റിയതായിരിക്കും. പിന്നെ ഗീതാഞ്ജലി വഴക്ക് പറയുന്നത്, വേണ്ട അവർണിക, കിച്ചുവിനെ ന്യായീകരിക്കാൻ നിൽക്കണ്ട. തൻ്റെ കിച്ചു എന്താ ചെയ്യുന്നതെന്ന് തനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് അവർണിക. എന്നാൽ ശരി, പോയി അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അവിടെ പോയിരുന്നു. ഇതേ സമയം പിന്നീട് കാണിക്കുന്ന വിലാസിനെയാണ്. പോകില്ല എന്ന് പറഞ്ഞാൽ പോകില്ല, എന്നെ നിങ്ങൾ ഇവിടുന്ന് എവിടേക്കും പറഞ്ഞു വിടാൻ നോക്കണ്ട. സേവ് ദ ഭദ്രേട്ടൻ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ സമരം തുടരും എന്നും പറയുക. നിങ്ങളൊന്ന് പോ, എന്തായാലും ഗീതു പാപ്പ വരട്ടു. ഗീതുവോ, ആ പേരെനിക്ക് കേൾക്കണ്ട, അവൾ കാരണമാണ് എല്ലാം സംഭവിച്ചത് എന്ന മിസ്സിസ് ഗോവിന്ദ് വരട്ടും. അത് കേട്ടതും, എന്നെ വെറുതെ ഇംഗ്ലീഷ് പറഞ്ഞ് പേടിപ്പിക്കാനൊന്നും കരുതണ്ട, എനിക്ക് പേടിയൊന്നുമില്ല,
ഞാനിവിടെ തന്നെ നിൽക്കും, മുട്ടുകുത്തി നിന്ന് സമരം ചെയ്യും, ഇല്ലെങ്കിൽ കുത്തിയിരുന്ന് സമരം ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിലാസിനി ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ഒരു കാറ് വരുവാണ്. ആ കാറിൽ നിന്നും ഭദ്രൻ ഇറങ്ങുക. വിലാസിനി, എനിക്ക് ജാമ്യം കിട്ടി വിലാസിനി. അത് കേട്ടതും, നിങ്ങളോട് ആരാ മനുഷ്യ ജാമ്യത്തിൽ ഇറങ്ങാൻ പറഞ്ഞത്? നഷ്ടപരിഹാരം മേടിച്ചിട്ട് ഇറങ്ങിയാൽ പോരായിരുന്നോ? അങ്ങനെ തന്നെയാണ് ഞാനും കരുതിയത്. പക്ഷെ എന്ത് ചെയ്യാനാ? അമ്മേ, ഗോവിന്ദേട്ടനാ എല്ലാ ജാമ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതെങ്ങനെയാ? എന്നാലും എനിക്ക് ജയിലിൽ കിടന്നതിൻ്റെ നഷ്ടപരിഹാരം കിട്ടണം, അത് മേടിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പ്രിയ, ഇനി എന്തിനാ നഷ്ടപരിഹാരം? അച്ഛൻ പുറത്തിറങ്ങിയില്ലേ, ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലേ അച്ഛാ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് നഷ്ടപരിഹാരം വേണം, അത് മേടിക്കാൻ പറ്റില്ലമ്മേ. പോയ ജന്മത്തെ ശത്രുക്കളെല്ലാം മക്കൾ മാത്രമല്ല മരുമക്കളായിട്ടും ജനിക്കുമെന്ന് പറയുന്നത് സത്യ. എന്തായാലും എനിക്ക് ജനിച്ചിരിക്കുന്ന എൻ്റെ മോനും എൻ്റെ മോളും ഇവളും ഒക്കെ എൻ്റെ ശത്രുക്കളാണ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കണം. അമ്മേ, ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മുകളിൽ നിന്ന് എല്ലാം ഒരാൾ കാണുന്നുണ്ട്. അത് കേട്ടതും, എനിക്കൊരു ദൈവത്തിനെയും പേടിയില്ല, അതുകൊണ്ട് എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയേ പറ്റൂ എന്ന് വിലാസിനി. അപ്പോൾ പ്രിയ, ഞാൻ മുകളിൽ നിന്ന് കാണുന്നുണ്ടെന്ന് പറഞ്ഞത് ദൈവത്തിനെയല്ല, പിന്നെ ആരെയാ? അങ്ങോട്ട് നോക്കിയേ. അപ്പോൾ ഭദ്രനും വിലാസിനെയും കൂടെ മുകളിലേക്ക് നോക്കുമ്പോഴതാ രാധിക തോക്കും ചൂണ്ടി നിൽക്കുന്നു. രാധികയുടെ നിപ്പ് കണ്ടതും പേടിച്ച് വിറച്ച് ഭദ്രൻ, അയ്യോ വിലാസിനി, നമുക്ക് പോകാടി എന്നും പറയാ. അങ്ങനെ അങ്ങ് പോകണ്ട ഭദ്രേട്ടാ, തോക്ക് കാണിച്ച് പേടിച്ചാലൊന്നും നമ്മൾ തോക്കില്ല, അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കാം. അപ്പോൾ കാഞ്ചന, മാമയോടെ തുപ്പാക്കിയില്ലേ 2 ഓട്ടയുണ്ട്, ആ ഓട്ടയിൽ കൂടെ 2 ബുള്ളറ്റ് പറന്നു വന്നാൽ 2 പേരുടെയും ഭദ്രേട്ട നമുക്ക് പോകാം. അമ്മയ്ക്ക് ദേഷ്യം കയറിയല്ലേ, അമ്മ തോക്കിൻ്റെ ഇതൊന്ന് അമർത്തും, അതൊന്ന് അമർത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ 2 പേരുടെയും. അത് കേട്ടതും, നമുക്ക് പോകാൻ വാ അച്ഛാ, ഇനിയെങ്കിലും ചാകാൻ നിൽക്കണ്ട, വാ. ഇതിനേക്കാൾ നല്ലതാൽ പോലീസ് സ്റ്റേഷനായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രനും വിലാസിനെയും പ്രിയയും നമ്മുടെ വിനോദവും ഒക്കെ ഓടിക്കയറി പോവുകയാണ്. അവരെല്ലാവരും പോയി കഴിഞ്ഞു. പ്രശ്നം സോൾവായി, എന്തൊരു ആശ്വാസം. ഇത്രയും നേരം പറഞ്ഞ് കേൾക്കാതെ 2 എണ്ണം ഇങ്ങനെ നിൽക്കുമായിരുന്നില്ലേ, വാ പോവാം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും അവരവരുടെ പാട്ടിന് പോയി. അപ്പോൾ കാഞ്ചന മുകളിൽ ഇങ്ങനെ നിൽക്കുക. ആ സമയം ഒരു കാറ് വന്ന് വീണ്ടും അറയ്ക്കൽ തറവാടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുവാണ്. അത് കണ്ടതും കാഞ്ചന ഇങ്ങനെ ഇത് ആര് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുക. അതിൽ നിന്നും ഒരു പെണ്ണിറങ്ങി. ആ പെണ്ണിറങ്ങിയിട്ട് നമ്മുടെ കാഞ്ചന നിൽക്കുന്നത് കാണുക. എന്നിട്ട് കാഞ്ചനയെ കഴിഞ്ഞിട്ടൊടിച്ച് ഇങ്ങനെ വിളിക്കുവാണേ. അപ്പോൾ കാഞ്ചന ഇങ്ങനെ നോക്കുക. എന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചിട്ട് വാ എന്നും പറയും. അപ്പോൾ കാഞ്ചന, എന്നെയാണോ? അപ്പോൾ അതെ, വാ. അപ്പോൾ അവർ താഴേക്ക് ഇറങ്ങി വന്നു. യാര്, എന്നെ വേണോ എന്നും കാഞ്ചന ചോദിക്കുകയാണ്. ഗോവിന്ദേട്ടനില്ലേ അകത്ത് എന്നും ചോദിക്കുകയാണ് ആ പെണ്ണ്. അത് കേട്ടതും, ഗോവിന്ദ് ചേട്ടനോ? അതെ, ഗോവിന്ദേട്ടനകത്തില്ലേ? ഉള്ള ഇருக்கு. എന്നാ ഗോവിന്ദേട്ടനെ വിളിക്കേ, എനിക്ക് ഗോവിന്ദേട്ടനെ ഒന്ന് കാണണം. ശരി, ഞാൻ കൂപ്പിടറേ, നിങ്ങളകത്തേക്ക് വാ. അത് കേട്ടതും, ഗോവിന്ദേട്ടൻ വിളിച്ചാലേ ഞാൻ വരൂ. അപ്പോൾ കാഞ്ചന, ഗോവിന്ദേട്ടൻ ശരി ഞാനിപ്പോൾ പോയി വിളിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുക. അകത്തേക്ക് പോയി ഓടിച്ചെന്ന് ഗോവിന്ദൻ്റെ മുറി തുറന്നതും ഗോവിന്ദ് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുക. അയ്യേ, ഷർട്ടോടെ ബട്ടൺ പോടുങ്ങ മാമ, എനക്ക് വെക്ക വരുത്. നിന്നോടാരാ പറഞ്ഞത് ഞാൻ ഡ്രസ്സ് മാറുന്നിടത്തേക്ക് ഓടിക്കയറി വരാൻ? അതെ, മാമാവ് പാത്തൊരു പൊണ്ണ് വെളിയിൽ നിൽക്കിയത്. എന്നെ കാണാനൊരു പെണ്ണോ? ഏത് പെണ്ണ്? അതല്ല തെരിയാത്. ഗോവിന്ദേട്ടൻ അകത്തുണ്ടോയെന്ന് ചോദിച്ചു. ഞാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഗോവിന്ദേട്ടൻ വിളിച്ചാലേ വരുവോളെന്ന് പറഞ്ഞു. ശരി, നീ പോയിക്കോ. അങ്ങനെ എന്നെ തേടി ഗോവിന്ദേട്ടാന്ന് അധികാരത്തോടുകൂടെ വിളിച്ചുകൊണ്ടുവരുന്നത് ഏത് പെണ്ണായിരിക്കും? ഇനിയിപ്പോൾ ഗീതുവിൻ്റെ വല്ല ഗീതുവിൻ്റെ വല്ല തമാശ കളിയായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഭയങ്കര സന്തോഷത്തോടെ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുക. അപ്പോഴേക്കും സ്കൂട്ടറിൽ ഗീതുവും വന്നിറങ്ങി. ഗീതു ആ കാറ് നോക്കി ഇങ്ങനെ അത്ഭുതത്തോടെ നിൽക്കുക. ഇത് ആരുടെ കാറായിരിക്കും? അപ്പോൾ ഗീതു മുകളിലേക്ക് നോക്കി. അതെ, ആമാടപ്പെട്ടി കൊണ്ടുവന്ന അതേ രൂപം. അന്ന് സാരി ഉടുത്താണ് വന്നതെങ്കിൽ ഇന്ന് പാവാടയും ബനിയനും. എന്തായിരിക്കും ഇവരുടെ ഉദ്ദേശം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു പതുക്കെ മുകളിലേക്ക് കയറുവാണ്. ഈ സമയം ഗോവിന്ദനും വെളിയിലെത്തി. അതെ, രഞ്ജുവിൻ്റെ ആ മുഖം കണ്ട് പേടിച്ച് ഗോവിന്ദ് ഞെട്ടലോടുകൂടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ രഞ്ജുവിനോട് ഗോവിന്ദ് ചോദിക്കുക, എന്തിനാടി നീ വീണ്ടും ഇങ്ങോട്ട് വന്നത്? അത് കേട്ടതും, എന്താ ഗോവിന്ദേട്ടാ, എനിക്കിവിടെ വരാൻ പാടില്ലേ? ഞാൻ 16 വർഷങ്ങൾക്ക് മുമ്പ് മറക്കാൻ തള്ളിക്കളഞ്ഞ എല്ലാവരും വീണ്ടും ഇങ്ങോട്ട് കയറി വരുന്നത് എന്തിനാണ്? ഇപ്പോൾ ഒരാൾ വന്ന ജാട കാണിച്ചിട്ട് പോയതേ ഉള്ളൂ, പിന്നാലെ നീയും കൂടെ എൻ്റെ സമാധാനം ഇല്ലാതാക്കാൻ വേണ്ടി വരുവാണോ എന്നും. അത് കേട്ടതും ഗീതു ഞെട്ടി. ഇതാരായിരിക്കും? അതെ, ഗോവിന്ദനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയ ആ സമയത്ത് മറ്റൊരാൾ
അതാരാണെന്നറിയാൻ ആകാംക്ഷയോടെ ഗീതു മിണ്ടാതെ അവരുടെ പുറകിൽ നിന്നു. അപ്പോൾ ഗോവിന്ദ്, എന്തിനാടി, എന്തുദ്ദേശത്തിലാണ് നീ ഇങ്ങോട്ട് കയറി വന്നത്? ദേ ഗോവിന്ദേട്ടൻ ഇങ്ങനെയൊന്നും പറയരുത്, അതെനിക്ക് സങ്കട എന്നും പറയുകയാണ്. ഗോവിന്ദേട്ടനല്ലേ എല്ലാം അവസാനിപ്പിച്ചത്, എൻ്റെ കാരണം കൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നും പറയുകയാണ്. വേണ്ട, നിന്നെ ന്യായീകരിക്കാനാണ് നീ ഇങ്ങോട്ട് വന്നതെങ്കിൽ ദേ രഞ്ജു, എൻ്റെ സ്വഭാവം മാറും. എൻ്റെ സമാധാനം ഇല്ലാതാക്കാൻ ഞാൻ വന്നതാണെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. ഇല്ല ഗോവിന്ദേട്ട, ഞാൻ എന്തിനിവിടെ നിന്ന് ഇറങ്ങണം? അതിൻ്റെ ആവശ്യം എന്താ എന്നും ചോദിച്ചുകൊണ്ട് രഞ്ജു അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ രഞ്ജുവിനോട് എന്തോ പറയാൻ വേണ്ടി ഗോവിന്ദ് തിരിഞ്ഞതും ഗീതു അവിടെ നിൽക്കുന്നത് ഗോവിന്ദ് കാണുകയാണ്. ഈശ്വര, പെട്ടുപോയല്ലോ, ഇനി എന്തു ചെയ്യും? താൻ ഒരിക്കലും കാണാൻ ഇഷ്ടപ്പെടാത്ത ആൾ തൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നു. അവരെ എങ്ങനെ പറഞ്ഞു വിടും? ഇതിന് ഗീതുവിനോട് എന്ത് മറുപടി പറയും എന്നൊന്നും അറിയാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഗോവിന്ദ്. ഗീതുവും തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായി കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, ഈ വന്നിരിക്കുന്ന രഞ്ജു ആരാണ്? വിജയലക്ഷ്മിക്കും രഞ്ജുവിനും തമ്മിൽ എന്താ ബന്ധം? ഗോവിന്ദൻ്റെ ആരാണ് രഞ്ജു എന്നൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.